ഓക്കെ ആണെങ്കിലേ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. കുഞ്ഞല്ല അച്ഛാ, കുഞ്ഞുങ്ങളാ, ട്വിൻസ്. ഓ, ഞാൻ അറിഞ്ഞോട് കാര്യങ്ങളൊക്കെ അപ്പപ്പ പാറു വിളിച്ച് പറയുന്നുണ്ട്. ആ നിധി, എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു മോളെ? സുഖായിരിക്കുന്ന അച്ഛാ. അല്ലേട്ടാ, നമ്മുടെ ഹൈദരാബാദ് ബ്രാഞ്ചിലെ ലേബർ ഇഷ്യൂസ് ഒക്കെ മൊത്തത്തിൽ സോൾവ് ആയില്ലേ? മുഴുവൻ സോൾവ് ആയെന്ന് ചോദിച്ചാ ഇല്ല വസു. അവിടെ ഇവിടെയൊക്കെ ഇപ്പോഴും ചില പോച്ചിലൊക്കെ ഉണ്ട്. ബ്രാഞ്ച് മാനേജറെ ഏൽപ്പിച്ച കാര്യങ്ങളൊന്നും ഭംഗിയാവില്ല. തിരിച്ചു പോണം. എന്തായാലും അമ്മയുടെ ഭക്ഷണമൊന്നും കിട്ടാത്തോണ്ട് അച്ഛനൊന്നും മെലിഞ്ഞിട്ടുണ്ട്. ഇതാ നല്ലത്. ആളിപ്പോ സ്ലിം ബ്യൂട്ടിയായി. ഒന്ന് പോടാ അവിടെ. അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? ഗിഫ്റ്റ് തരാനാണല്ലോ വന്നത്. എന്റെ എല്ലാ മക്കൾക്കും ഗിഫ്റ്റ് ഉണ്ട്. ഈശ്വരമംഗലം കുടുംബത്തിന്റെ ആദ്യത്തെ അനന്തരാവകാശിയെ തരാൻ പോകുന്നത് ശിവാനിയാ. അപ്പൊ ശിവാനിക്ക് ഏട്ടന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെ കൊടുക്കണം. അതും ആലോചിക്കാം. എന്തായാലും എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോവും. അച്ഛൻ പോയി ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ ഗോപിയേട്ടാ. അതെ, ഞാൻ ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും നിങ്ങളെല്ലാവരും ഫ്രഷ് ആയിട്ട് വരണം. ആദ്യം ചെറിയൊരു ഡിസ്കഷൻ, അതിനൊരു തീരുമാനമാക്കിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് എല്ലാവരും ഒരിടം വരെ പോകുന്നു. എന്താ, ഓക്കെ അല്ലേ? എവിടെ പോനാച്ചാ? ആദ്യം നിങ്ങളൊക്കെ പോയി റെഡി ആയിട്ട് വാ. കാര്യം ഞാൻ പറയാം. എന്തിനായിട്ടാ സസ്പെൻസ് ഇടുന്നത്? കാര്യം പറയ്. ഒന്ന് ഫ്രഷ് ആയി വരേണ്ട സമയമല്ലേ വേണ്ടു വസു. അത്ര സസ്പെൻസ് ഒന്നുമില്ല. എല്ലാരും പോയി റെഡി ആയിട്ട് വാ. ആ ഡിസ്കഷൻ എന്തായാലും ഗൗതവും പ്രണവും പാറുവും വസുന്ധരയും എല്ലാവരും ഉണ്ടാവണം. അത് നിർബന്ധമാ. ആ പാറു വാ.